അനുഗ്രഹിക്കപ്പെട്ടവനായ ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നും ചില നല്ല കാര്യങ്ങൾ 34-ാം സങ്കീർത്തനത്തോട് ചേർന്ന് ചിന്തിക്കണമെന്നുള്ളതാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെയധികം കാണാപ്പാഠം അറിയാവുന്ന ഒരു വേദഭാഗമാണല്ലോ 34-ാം സങ്കീർത്തനം എന്നുള്ളത്. ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പച്ചയായ മേൽപ്പുറങ്ങളിൽ ഒരു ആട്ടിടയനായി ഇരുന്ന സ്ഥിതിവിശേഷത്തിൽ നിന്നും ദൈവജനത്തെ നയിക്കുവാനായി ദൈവം നിയോഗിച്ച ഒരു രാജാവായി അദ്ദേഹം മാറുക എന്നുള്ളത് എത്രയോ വിശ്വസനീയമായിട്ടുള്ള അഥവാ അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന മനുഷ്യ മനസ്സുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എങ്കിലും ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ ദാവീദ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും കടന്നു വരുന്ന ചിന്ത എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങളാണ്. പരാജയങ്ങൾ അനവധിയായി ഉണ്ടായിട്ടും ദാവീദിനെ പച്ചയായ മേൽപ്പുറത്തിൽ നിന്നും ആട്ടിടയൻ്റെ സ്ഥിതിവിശേഷത്തിൽ നിന്നും ഇസ്രായേലിൻ്റെ രാജാവായി ഉയർത്തുക എന്നുള്ളത് മാത്രമല്ല, ദാവീദിൻ്റെ എന്ന് പറയുന്ന വാക്കുകളുടെ അർത്ഥം നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തോട് ഉള്ള അതേ ഹൃദയം ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് ദൈവവചനവും ചിത്രീകരിച്ചിരിക്കുന്നത്. ദാവീദിൻ്റെ ഹൃദയം ദൈവത്തോട് പറ്റിച്ചേർന്നതായിരുന്നു എന്നാണ് ദൈവം വെളിപ്പെടുത്തുന്നത് തിരുവചനത്തിലൂടെ. അതുകൊണ്ടായിരിക്കാം ഈ സങ്കീർത്തനക്കാരനായ ദാവീദിന് അനേക സങ്കീർത്തനങ്ങൾ രചിക്കപ്പെടുവാനും ദാവീദിൻ്റെ ജയപരാജയങ്ങളെക്കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെയും പിന്നാമ്പുറം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയാണ്. മനുഷ്യ മനസ്സുകളുണ്ട്. ജയവും പരാജയവും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എങ്ങനെ സാധാരണമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തിയെ കൊണ്ട് ദൈവം എത്രയോ വലിയ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ളത് തിരുവചനത്തിൻ്റെ ഓരോ താളുകൾ പഴയ നിയമവും പുതിയ നിയമവും ആരാധനാ മീറ്റിങ്ങുകളിൽ നാം പലപ്പോഴും വായിക്കുന്ന സങ്കീർത്തനങ്ങളിൽ രചിക്കപ്പെടുവാൻ ഈ അപൂർവമായിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ദൈവം സാധിപ്പിച്ചു എന്നുള്ളത്. ഈ 34-ാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ നമ്മൾ വായിക്കുമ്പോൾ അബീമേലെക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിച്ച് അവിടെ നിന്ന് അവനെ ആട്ടിക്കളച്ചപ്പോൾ അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ശൗൽ രാജാവിനെ ഭയന്ന ഫിലിസ്ത്യ രാജാവായ ആഹീസിന്റെ അരമനയിൽ അഭയം പ്രാപിച്ച ദാവീദിന് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഉണ്ടായത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെയുള്ള രാജാവും അവിടെയുള്ള ജനങ്ങളും വിചാരിച്ചത് വലിയ മല്ലനായ ഗോലിയാത്തിനെ കൊന്ന ഈ ദാവീദ് ഇനിയും അനേക ഫിലിസ്ത്യരെ കൊല്ലുവാനായിട്ട് വന്നിരിക്കുന്ന ഒരു ചാരനാണ് എന്നാണ് ദാവീദിനെ കുറിച്ച് അവർ വിചാരിച്ചത്, തെറ്റിദ്ധരിച്ചത്. അവരുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് ദാവീദ് ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കുന്ന രംഗം 1 ശമൂവേലിൻ്റെ 21-ാമത്തെ അധ്യായത്തിലും 22-ാമത്തെ അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്ന ഗത്ത് രാജാവായ ദ കിങ് ഓഫ് ഗാദ്, ഗത്ത് രാജാവായ ആഹീസാണ് ഈ സങ്കീർത്തന തലക്കെട്ടിൽ പറയുന്ന അബീമേലെക്ക് എന്നുള്ളത്. ഫിലിസ്ത്യ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് അബീമേലെക്ക് എന്നുള്ളത് എന്ന ചരിത്രം മനസ്സിലാക്കുമ്പോൾ സ്കോളേഴ്സിൻ്റെ അഭിപ്രായ പ്രകാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ഇസ്രായേൽ രാജാക്കന്മാർക്ക് ഫറവോ എന്നും റോമിലെ ചക്രവർത്തിമാർക്ക് കൈസർ എന്നും ഉള്ള സ്ഥാനപ്പേര് കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്രകാരം ഫിലിസ്ത്യ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് അബീമേലെക്ക് എന്നുള്ളത്. അതുകൊണ്ട് ഈ ഗാദിലെ അഥവാ ഗത്തിലെ രാജാവായ അബീമേലെക്കിന്റെ ഫിലിസ്ത്യ രാജാവായ അബീമേലെക്കിന്റെ മുമ്പിൽ ദാവീദ് ഒരു ഭ്രാന്തനെ പോലെ നയിച്ച് തൻ്റെ ജീവനിൽ നിന്നും തനിക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുമ്പോൾ എഴുതപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം എന്നുള്ളത്.
ഫിലിസ്തീയ രാജാവിൻ്റെ അരമനയിൽ തൻ്റെ ജീവിതത്തിൽ സമ്മാനിച്ച ചില അനുഗ്രഹിക്കപ്പെട്ട സ്ഥിതിവിശേഷങ്ങളെക്കുറിച്ച് അഥവാ ദൈവം നൽകിയ അത്ഭുതകരമായ വിടുതലിനെ ഓർത്തുകൊണ്ടാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ദാവീദ് തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ താൻ നൽകിയിരിക്കുന്ന ചില പ്രബോധന വാക്കുകളാണ് ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് എക്കാലമുള്ള ക്രിസ്തീയ വിശ്വാസികൾക്ക് പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ തരണം ചെയ്യാമെന്നും എങ്ങനെ ദൈവപ്രസാദകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ കഴിയും എന്നും വരച്ചു കാട്ടുന്നതായിട്ട് നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ ഓരോ വാക്കുകളും കാണുവാനായിട്ട് കഴിയും. Scholars have divided these Psalms into 4 important parts. First one is verse 1 to 3, titles like Bless the Lord, ദൈവത്തെ സ്തുതിക്കുക, വാഴ്ത്തുക, അവനെ മഹിമപ്പെടുത്തുക, അവനിൽ പ്രശംസിക്കുക, അവൻ്റെ നാമത്തെ ഉയർത്തുക. So David gave thanks to the Lord by magnifying him and exalting his name. What God did for David, that's what we read in verse 4, 15, 9, 10, verse 17 and verse 7. He answered David's prayer, provided his needs, delivered him from trouble and protected him from danger. യഹോവയെ വാഴ്ത്തുവാനും യഹോവയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യഹോവയിൽ പ്രശംസിക്കുവാനും അവൻ്റെ നാമത്തെ ഉയർത്തുവാനും ദാവീദ് തുടങ്ങിയപ്പോൾ ദാവീദിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതായി, അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതായി, അവൻ്റെ പ്രയാസങ്ങളിൽ നിന്നും അവനെ വിടുവിക്കുന്നതായി, അവൻ്റെ വരാമായിരുന്ന അപകടങ്ങളിൽ നിന്നും അവനെ സൂക്ഷിക്കുന്നതായിട്ട് കാണുവാനായിട്ട് നമുക്ക് കഴിയും. David saw God's people as nothing in themselves, for they were only the humble and poor, verse 2 and 6. But they had everything because they belonged to the Lord. Knowing who we are in Christ and who the Lord is, ought to make us want to bless the Lord. ദൈവമക്കൾ തങ്ങളിൽ തന്നെ അശക്തരെങ്കിലും ബലഹീനരെങ്കിലും അവർ ദൈവത്തിൻ്റെ വകയാകയാൽ അവർക്ക് സകലവും സാധ്യമെന്നും ദാവീദ് കണ്ടതായിട്ടാണ് നമ്മളിവിടെ ആദ്യത്തെ വാക്യങ്ങളിൽ വായിക്കുന്നത്. ക്രിസ്തുവിൽ നാം ആരാണ് എന്നും ക്രിസ്തുവിൻ്റെ ശക്തിയാൽ നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ കഴിയും എന്നുള്ളത് ദൈവത്തെ സ്തുതിക്കുവാൻ മതിയായ കാരണമാകുന്നു എന്ന ആദ്യത്തെ 3 വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവജനത്തിന് കഴിയേണ്ടതായിട്ടുള്ള അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് യഹോവയെ സ്തുതിക്കുക, നന്ദി പറയുക, അവനിൽ തന്നെ പ്രശംസിക്കുക, അവൻ്റെ നാമത്തെ ഉയർത്തുക, അവനെ മഹിമപ്പെടുത്തുക എന്നുള്ളത്. The second important title scholars given for this psalm is Seek the Lord, verses 4 through 8. To seek the Lord is the same as to look to the Lord, and when we look to him by faith, he looks to us and shines upon us. Here in verse 4 to 8, verse 7, verse 8, David gave a threefold witness of what the Lord does for his own. He says, he keeps, he satisfies. David sought the Lord and was saved from fears within him, and he cried to the Lord and was delivered from the troubles.
ദൈവത്തെ അന്വേഷിക്കുക, ദൈവമുഖത്തേക്ക് നോക്കുക, അവനോട് അഭയയാചന കഴിക്കുക. വിശ്വാസത്തോടുകൂടെ ദൈവമുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അവൻ നമ്മുടെ മുഖം പ്രകാശിതമാക്കി തീർക്കും. അതാണല്ലോ നാം വായിക്കുന്ന 5-ാമത്തെ വാക്യത്തിൽ, അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതും ഇല്ല. ദൈവം രക്ഷകനാണെന്നും ദൈവം സൂക്ഷിക്കുന്നവനാണെന്നും മാത്രമല്ല, ദൈവം സംതൃപ്തി വരുത്തുന്നവനാണെന്നും ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയതായിട്ട് കാണുവാനായിട്ട് കഴിയും. Those who seek the Lord discover that He not only saves and keeps, but that He also satisfies. It means knowing Him better and enjoying Him more. It was a great blessing for David to be delivered from Gath, and it was a great blessing for him to be protected by the Lord after he fled. But the greater blessing was in his life was drawing nearer to God and enjoying His presence. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ രക്ഷകനും സംരക്ഷകനും എന്ന് മാത്രമല്ല, അവൻ അവരെ സന്തോഷിപ്പിക്കുന്നവനുമാണ് എന്ന് ഈ വാക്യങ്ങളിലൂടെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എത്രമാത്രം നാം ദൈവത്തോട് അടുക്കുന്നുവോ, അഥവാ എത്രമാത്രം നാം ദൈവത്തോടുള്ള സഖിത്വത്തിൽ ഏർപ്പെടുന്നുവോ, അത്രമാത്രം നമുക്ക് ദൈവത്തോടുള്ള സഖിത്വം അനുഭവിക്കുവാൻ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ കഴിയുമെന്നുള്ളതിന് ദാവീദിൻ്റെ ഈ അനുഭവം ഒരു ഉദാഹരണമായിരിക്കുന്നു. അവനോടുള്ള കൂട്ടായ്മ, ദൈവത്തോടുള്ള കൂട്ടായ്മ, ദൈവത്തോടുള്ള സാന്നിധ്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ അനുഭവിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ ഇളയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. The third important title scholars are given for this psalm is Fear the Lord. ദൈവത്തെ ഭയപ്പെടുക. When we fear the Lord, He provides all that we need when we need it. No good things does He withhold from those who walk uprightly. God promises to give us what is good for us and to cause all things to work together for good. Romans chapter 8 verse 28. If we don't receive what we think we need, it means it is not good for us and we don't need at this time. നമുക്കറിയാമല്ലോ, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവപ്രസാദം ലഭിക്കുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുവാനായിട്ട് കഴിയുമില്ല. അത് ലഭിക്കണമെന്നുമില്ല. കാരണം അത് നമുക്ക് ആവശ്യമുള്ളതല്ല എന്ന് ദൈവം അറിയുന്നത് തന്നെയാണ് കാരണം. David explains the secret of real living in verse 12, 13, 14, 15 and 16. What is the secret of real living? വിജയകരമായ ജീവിതത്തിന്റെ രഹസ്യം ഈ വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. Verse 12, desire what is good, seek the Lord and want nothing less than His will for their lives, a heart that delights in the Lord. നല്ലതിനെ ആഗ്രഹിക്കുക. Verse 12, who is the man who desires life and loves length of days that he may see good? Desire what is good. നല്ലതിനെ ആഗ്രഹിക്കുക. Second thing, verse 13, speak what is true. To speak the truth in love. Ephesians 4:15. സ്നേഹത്തിൽ
സത്യം സംസാരിക്കുക. വേഴ്സ് 13, keep your tongue from evil and lips from speaking deceit. Third thing, pursue what is right. ശരിയായുള്ളതിനെ പിന്തുടരുക. Doing good as God gives strength and opportunity, and being a peacemaker and not a troublemaker. Verse 14, depart from evil and do good. Seek peace and pursue it. Fourth thing of the secret of a real living is expect what is best. Verses 15 and 16. We must live by faith, trusting the Lord to guide us, care us, and help us to do right thing. ഏറ്റവും നല്ലതിനെ പ്രതീക്ഷിക്കുക. The eyes of the Lord and toward the righteous, and his ears are open to their cry. The face of the Lord is against evildoers, to cut off the memory of them from the earth. ഒരു യഥാർത്ഥമായിട്ടുള്ള വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ദാവീദ് സങ്കീർത്തനത്തിലൂടെ എല്ലാ വിശ്വാസികളും ഓർപ്പിക്കുന്ന കാര്യം, desire what is good, speak what is true, pursue what is right, and expect what is best. The last and the final title the scholars given for this psalm is from verses 17 through 22. Trust the Lord. ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുക. Nowhere in this psalms David suggests that the life of faith and obedience will exempt the child of God from trouble, but he does promise that if we trust him and call on him, the Lord can see through and our troubles and make them a blessing to us and through us to others. The assurance is that God is near us when our hearts are broken and our spirits are crushed, whether we feel like it or not. God redeemed David just as he had redeemed Israel from Egypt, and he is able to redeem us from our troubles. ദൈവത്തോടുള്ള വിശ്വാസത്തിലും അനുസരണത്തിലും അധിഷ്ഠിതമായി ഒരു ദൈവവൈതൽ ജീവിക്കുമ്പോഴും അവൻ്റെ ജീവിതം എപ്പോഴും പ്രശ്നങ്ങളുടെയും പോരാട്ടങ്ങളുടെയും കഷ്ടതകളുടെയും രോഗങ്ങളുടെയും മധ്യത്തിലാണ് എന്ന് ദാവീദ് സങ്കീർത്തനത്തിലൂടെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് 19-ാമത്തെ വാക്യത്തിൽ ദാവീദ് അരുളി ചെയ്തത്, നീതിമാന്റെ അനർത്ഥങ്ങൾ സംഖ്യമാകുന്നു. Many are the afflictions of the righteousness. ദൈവത്തോടുള്ള പരിപൂർണമായ വിശ്വാസത്തിലും അനുസരണത്തിലും ജീവിതം നയിക്കുമ്പോഴും ഒരു നീതിമാന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തിലൂടെ അനുഭവത്തിലൂടെ പറയുന്നത്. എന്നാൽ ദൈവം ഒരു പ്രോമിസ് നീതിമാന് കൊടുക്കുന്നതായിട്ട് ഇവിടെ ദാവീദ് പറയുകയാണ്. എന്താണത്? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എങ്കിലും അവയെല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോവുകയുമില്ല. 22-ാം വാക്യം, യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കില്ല. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ആശ്വാസകരമായ ഒരു വാക്യമാണ് ഇത്. തിരുവചനത്തിലൂടെ ഈ വലിയ കാര്യങ്ങൾ സങ്കീർത്തനക്കാരനായ ദാവീദിന് തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അരുളി ചെയ്തിരിക്കുന്ന എത്രയോ യുഗങ്ങൾക്ക് മുമ്പേ തൻ്റെ ജീവിതത്തിലൂടെ രേഖപ്പെടുത്തിയ ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം ഇത്രയും കാലങ്ങൾക്ക് ശേഷം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ധാരാളമായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രത്യാശയും അനുഗ്രഹങ്ങളും നൽകിത്തരുന്ന തിരുവചനങ്ങളാണ്. ഈ വചനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം നമ്മൾ ഇന്ന് പലകാലം ചിന്തിച്ചത്, എല്ലാ കാലത്തും ഞാൻ യഹോവയെ വാഴ്ത്തും. ബ്ലെസ് ദ ലോർഡ് ഓൾ ദ ടൈം. In our bad times, in our good times, we have to
Bless the Lord. Second thing is, seek the Lord. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവത്തോട് അഭയാചന കഴിക്കുക. Fear the Lord. ദൈവത്തെ ഭയപ്പെടുക. Trust the Lord with all our heart. പരിപൂർണമായ ഹൃദയത്തോടുകൂടെ ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം നൽകിത്തരുന്ന അനുഗ്രഹിക്കപ്പെട്ട സ്ഥിതിവിശേഷമാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് ഇവിടെ അരുളി ചെയ്തത്. ഈ വാക്കുകൾ നമ്മുടെ എല്ലാവരുടെയും ക്രിസ്ത്യ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. C.T. മത്തായി എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ സ്തോത്രഗീതങ്ങളിൽ, ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗീതങ്ങളിൽ 18ാമത്തെ ഗാനമായി എത്രയോ കാലങ്ങൾക്ക് മുമ്പേ രചിച്ച് നമ്മുടെ ആരാധനാ മീറ്റിങ്ങുകളിൽ, കുടുംബ പ്രാർത്ഥനകളിലൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗാനമാണ്. വാഴ്ത്തുമെന്നും പരമേശനെ, അവൻ്റെ സ്തുതി പാർക്കുമെന്നും എൻ്റെ നാവിന്മേൽ, പാർത്തലത്തിൽ വസിക്കും നാളാ ഞാൻ, ആർത്തി പാരമണഞ്ഞാലും കീർത്തനം ചെയ്യുമെന്നും തൻ ശ്രേഷ്ഠനാമത്തെ മുതാ ഞാൻ. അതിന് 3ാമത്തേതും 5ാമത്തേതുമായ സ്റ്റാൻസയിലാണ് ഈ സങ്കീർത്തനത്തോട് ചേർന്ന് നമുക്ക് പാടുവാനും ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. തങ്കലേക്ക് നോക്കിയോർകളെ, വിടാതവൻ്റെ തങ്കമുഖം ശോഭയേകുന്നു, ശങ്കലേശം ഭവിക്കാതെ തങ്കമാകെ അകന്നെന്നും, തൻ കുരിശിൽ ജയത്താല ധന്യരെന്നും വസിക്കുന്നു. 5ാമത്തെ സ്റ്റാൻസയിൽ പറയുന്നു, തന്നിൽ അൻപുള്ള തൻ മക്കൾക്ക് വരുവതെല്ലാം നന്മയായവർ കരുതുന്നു, ഒന്നിലും അവർ മനം തളർന്നവസരായിടാതെ മന്നവനെ നോക്കിയവരെന്നും ആനന്ദിച്ചിരുന്നു. ഈ സ്റ്റാൻസ നമുക്ക് പാടി ഈ വചനാധ്യാനം ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 3ാമത്തേതും 5ാമത്തേതുമായിട്ടുള്ള സ്റ്റാൻസ നമുക്ക് പാടാം. തങ്കലേക്കു നോക്കിയോർകളെ, വീഴാതവന്റെ തങ്കമുഖം ശോഭയേറുന്നു, തങ്കലേക്കു നോക്കിയോർകളെ, വീഴാതവന്റെ തങ്കമുഖം ശോഭയേറുന്നു,